ഏതായാലും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വഴിയിലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കൂളൻ്റ് ലീക്കായി. അപ്പോൾ ഇപ്പോൾ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് കൂളൻ്റ് ഫുള്ള് പോയിട്ട് ഇപ്പം വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ്, വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ്. കാരണം വീട്ടിൽ വരെ എത്തണം, അതിനാണ് കൂളൻ്റ് എല്ലാം ലീക്കായിട്ട് പോയി. ഇന്നാണെങ്കിൽ ഞായറാഴ്ച, വർക്ക്ഷോപ്പൊന്നും ഇല്ല ഇവിടെ. ഞങ്ങൾ വിളിച്ചു നോക്കി കുറേ പെട്രോൾ പമ്പിന്, ഞാൻ കൂളൻ്റ് അന്വേഷിച്ച്. കാരണം ഒഴിച്ച് കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല, ഫുള്ള് ലീക്കായതുകൊണ്ട്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചിനെ ഇത് വീട്ടിൽ കൊണ്ടിട്ടിട്ട് നാളെ വർക്ക്ഷോപ്പിൽ പോവാന്ന്. അപ്പോൾ എന്തായാലും വഴിയൊന്നുമില്ല, അപ്പോൾ എന്തായാലും വീട്ടിൽ കൊണ്ടിട്ടിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് എനിക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പോൾ പതുക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം, പോയി നോക്കാം എന്താ സംഭവം നോക്കാം. എന്തായാലും വണ്ടിയിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഞാൻ വണ്ടി എന്തായാലും സൈഡിലോട്ട് ഒതുക്കി. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തായാലും ഈ കൂളൻ്റ് ഇപ്പം വാട്ടർ താഴോട്ട് പോയിട്ട് അവിടുന്ന് സ്മോക്ക് വരുന്നുണ്ട്. കാരണം അതിൻ്റെ മോട്ടറിലോട്ടാണ് വീഴുന്നത്. മോട്ടറിൽ എക്സോസ് പൈപ്പിലോട്ട് വീണിട്ട് പുക വരുന്നുണ്ട്. ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും പോവാം. അതിനെ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇവിടെ നിൽക്കും. നിർത്തിയിടുമ്പോൾ ഒത്തിരി പോകുന്നുണ്ട്. ഇവിടുന്ന് വീട് പിടിക്കുക എന്തായാലും എളുപ്പമെന്ന്. ഇപ്പം ഏകദേശം 80 നിങ്ങൾക്ക് കാണാം, അതിൽ 80 ഡിഗ്രി കിടക്കുന്ന. എന്തായാലും പോയി നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഹൈവേ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 70 km/h സ്പീഡിലാണ് പോകുന്നത്. കാരണം ഇത് കാറിൽ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പം ഇത് ലീക്ക് ആവുന്നുണ്ട്. ചെക്ക് ചെയ്തു. അപ്പോൾ പതുക്കെ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അപ്പം വീടെത്തിയാൽ മതി. എന്നിട്ട് നാളെ പോയി വർക്ക്ഷോപ്പിൽ കാണിക്കുക എന്താ പരിപാടിയെന്ന് നോക്കുക. എന്തായാലും ഇത് വയർ ഏതാണ്ട് ലീക്കായതാണ് തോന്നുന്നത്. വയർ ഏതാണ്ട് സ്ക്രാച്ച് വീണിട്ടുണ്ട്. അത് പൊട്ടിയതോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂളൻ്റ് ബോട്ടിൽ പൊട്ടിയതോ എന്താണെന്നറിയില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് ഒന്നുകൂടെ നോക്കാം കൂളൻ്റിൻ്റെ അവസ്ഥ. വണ്ടി എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് പാർക്കിങ്ങിൽ ഇട്ടു. കാരണം അണ്ടർഗ്രൗണ്ട് പാർക്കിങ് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പം വണ്ടി സ്റ്റാർട്ടാവാതെ വരുവാണെങ്കിൽ ടൗ ട്രക്ക് അകത്തോട്ട് കയറില്ല. അപ്പം വണ്ടി ഇറക്കണമെങ്കിൽ ഭയങ്കര പ്രയാസം. അതുകൊണ്ട് ഞാൻ വെളിയിൽ തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ കൂളൻ്റ് ലെവല് ഇപ്പോൾ നമുക്ക് നോക്കാം. നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മിനിമത്തിൻ്റെ താഴെ പോയിട്ടുണ്ട് എന്തായാലും. അപ്പം ഞാനൊരു മെക്കാനിക്കിനെ വിളിച്ചായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു ഇപ്പം വണ്ടി ഓഫ് ചെയ്യുന്നതിന് വേണ്ടി 4 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്താൽ മതി. ബിക്കോസ് അല്ലെങ്കിൽ നമ്മളിപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വീണ്ടും ആ പൈപ്പിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഭയങ്കര എന്നിട്ട് സീനാവും എന്നോട് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. ഞാൻ പുള്ളി പറഞ്ഞോട്ട് എന്തെങ്കിലും കേൾക്കുക. സത്യം പറഞ്ഞിന്ന് റാലി റേസിന് പോകാതിരുന്നതാണ്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പം വണ്ടി ഓഫായി. ഇപ്പം ഡീകംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കാര്യമായിരിക്കും പുള്ളി പറഞ്ഞത്.
നോർമലി ഇത്ര സമയം എടുക്കാറില്ല, ഒരു 3 സെക്കൻഡ് കൊണ്ട് ഡീകംപ്രസ് ആവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 20 സെക്കൻഡ് മുകളിൽ പോയിട്ടുണ്ട്. എന്തായാലും ഇത് ക്ലോസ് ചെയ്തിട്ടൊക്കെ പുക വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഇതിപ്പോൾ പൈപ്പിൽ വീണിട്ട്, എക്സോസിൻ്റെ പൈപ്പിലും വീണ് മോട്ടറിൻ്റെ പൈപ്പിലും കൂടെ വീണ്, പൈപ്പിലല്ല മോട്ടറിലും കൂടെ വീണിട്ടാണ് ഈ പുക വരുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും. അപ്പോൾ ബാക്കി പരിപാടി നാളെ നോക്കാം. ഇന്നെ കണ്ടിന്യൂ, പക്ഷേ നാളെ ഇനി അവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ നോക്കാം എന്തായാലും. അപ്പോൾ നാളെ നോക്കാം ബാക്കി കാര്യം. നല്ലോണം പുക വരുന്നുണ്ട്, ഇച്ചിരി നേരം തുറന്നിട്ടിട്ട് അടയ്ക്കുന്നുള്ളൂ. എന്നാലും ഇവിടെ പാർക്ക് ചെയ്ത് വെക്കുന്ന വണ്ടി. പെട്ടെന്ന് ഇപ്പം എന്ത് പറ്റിയാന്നൊരു പിടുത്തം കിട്ടത്തില്ല. പിന്നെ വണ്ടിക്കകത്തെ എൻജിൻ ലൈറ്റ് കത്തി കിടക്കുന്നത്, അത് വേറൊന്നുമല്ല, ഞാനൊരു പ്രഷർ സെൻസർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ബൂസ്റ്റ് പ്രഷർ സെൻസർ. ബിക്കോസ് അത് എന്തൊരു സീനായിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റാതിരിക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഓക്സോൻ്റെ ഷോറൂമിൽ പോകണം. എന്തായാലും ഇത് ശരിയാക്കാണ്ട് പോകാൻ പറ്റത്തില്ല. ഇതിപ്പോൾ എന്തായാലും ലോക്കൽ വർക്ക്ഷോപ്പിലെ ഗ്യാരേജിൽ കാണിച്ചിട്ട് ഇത് മാറ്റിയിട്ട് ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് എനിക്കിന് ഓക്സോൻ്റെ, ഇവിടെ ആണെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്ക് ഷോറൂമിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് അവിടെ ഇപ്പം നമുക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ പോലും നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുത്താലേ നമുക്ക് അവിടെ വണ്ടി അകത്തേക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു സീനുണ്ട്. ഫസ്റ്റ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയി പ്രശ്നം പറയണം. അത് കഴിഞ്ഞിട്ട് അവർ പറയും വേറൊരു ഡേറ്റ് നമുക്ക് തരും വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. എന്തായാലും ഫസ്റ്റ് ഇത് ശരിയാക്കണം. ഇത് ശരിയാക്കിയിട്ട് വേണം മറ്റേതിൻ്റെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് എത്ര നേരം എടുക്കുമെന്ന് അറിയത്തില്ല. ഇത് കൂളൻ്റ് ലീക്കായതല്ല, ഇവിടെ വെള്ളം കിടന്നത് നേരത്തെ ലീക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻജിൻ ലൈറ്റ് കത്തിക്കിടക്കുന്നത്. അപ്പം ആ സാധനം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം എനിക്കിപ്പോൾ അത് ഒരു 3000 RPM മുകളിൽ വണ്ടി പോവില്ല. മാക്സിമം ഇപ്പോൾ ഒരു 145 വണ്ടി പോകുന്നുള്ളൂ, അതിന് മുകളിൽ പോകുന്നില്ല. അപ്പോൾ എൻജിൻ സേഫ്റ്റി ലോക്കിൽ കിടക്കുകയാണ്. അപ്പം അത് മാറിയാൽ മാത്രമേ അത് മാറുള്ളൂ. അപ്പോൾ എന്തായാലും നാളെ ഇതിൻ്റെ ബാക്കി നാളെ നോക്കാം. അപ്പോൾ ഇവിടാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. വലിയ സേഫ്റ്റി ഒന്നും ഇല്ല, പിന്നെ അവസ്ഥ അതായതുകൊണ്ട്. പിന്നെ ഇവിടെ ഒരു നിസാൻ പാട്രോൾ കിടപ്പുണ്ട്, കാണിച്ചുതരാം. വണ്ടി വെളിയിലിട്ടാൽ ഉള്ള അവസ്ഥ ഇതാണ്. ഇത് കുറേ നാളായിട്ട് ഇവിടെ കിടക്കുന്നതാണ് നിസാൻ പാട്രോൾ 4x4. എനിക്ക് ഉപയോഗിക്കാറില്ലെന്നാണ് തോന്നുന്നത്. കാരണം ബാക്ക് ഗ്ലാസ് ഫുള്ള് പൊട്ടിയിരിക്കുന്നു. പിന്നെ ഫേസിൻ്റെ ഇവിടെ എല്ലാം തുരുമ്പും കാര്യങ്ങളൊക്കെ അനക്കാറ് പോലും ഇല്ലെന്നാണ് തോന്നുന്നത്. കുറേ നാളായിട്ട് ഞാൻ വന്നത് തൊട്ട് ഇവിടെ എന്തായാലും വണ്ടി കിടപ്പുണ്ട്. ഇവിടെ വണ്ടി എന്തായാലും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ പോയി നോക്കാം. അപ്പോൾ വണ്ടി ഇന്നലെ ഗ്യാരേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അവരവിടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഗ്യാരേജിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് പരിപാടി, അവരെന്തൊക്കെ ചെയ്ത്. ഇപ്പോൾ 9 മണിക്ക് ഇപ്പം ഗ്യാരേജ് തുറക്കുന്നത്. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി അവിടെ കിടപ്പുണ്ട്. പിന്നെ അപ്പുറത്തൊരു RS3 കിടപ്പുണ്ട്, കോട്ര. ഇതാണ് ഗ്യാരേജ്. കിടപ്പുണ്ട് RS3 ആണെങ്കിൽ എംബ്ലമൊന്നും ഇല്ല, എല്ലാവരും അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ. അപ്പം പരിപാടി എന്താണെന്ന് തിരക്കട്ടെ. അപ്പം ഞാൻ പുള്ളിനെ കണ്ട്. അപ്പം പുള്ളി വണ്ടി ഇറക്കിയിട്ട് നമ്മുടെ വണ്ടി മുകളിലോട്ട് കയറ്റാനാണ്. എന്നിട്ട് അടി കൂടെ നോക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് കംപ്ലൈൻ്റ് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇവിടെയാണെങ്കിൽ എല്ലാ സാധനങ്ങൾ വെളിയിലോട്ട് ഇറക്കുന്നു, ടയറും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ആണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇളക്കിയെടുക്കുന്നതാണ്. ഇതിൻ്റെ ലോഗോ, ബാക്ക് ലോഗോ ഇറക്കിയിട്ടുണ്ട്. എന്നോട് പുള്ളി പറഞ്ഞ് നല്ല വന്നപ്പോൾ ഇവിടെ ബാക്ക് ലോഗോ ഇളക്കിയിട്ടുള്ള കളിയാണ് ഇത്. ലോവേഡ് ചെയ്തിട്ടുണ്ട്, എയർ അല്ല,
സ്പ്രിങ് ചേഞ്ച് ചെയ്തേക്കുന്നത്. എന്നോടും പുള്ളി പറഞ്ഞ് എൻ്റെ സ്പ്രിങ്, ഞാനാണെങ്കിൽ സ്പ്രിങ് ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നല്ലോ, ഞാൻ അതിൻ്റെ ബുഷ് മാത്രമേ മാറ്റിയിട്ടുള്ളായിരുന്നു നമ്മുടെ വണ്ടിയുടെ. അപ്പം എനിക്കും ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. നോക്കാം, ചോദിച്ചു നോക്കാം. എങ്ങനെ കംഫോർട്ടെന്ന് അറിയത്തില്ലല്ലോ ഓടിക്കുമ്പോൾ. അപ്പോൾ പുള്ളിനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ വണ്ടി ഇറക്കുന്ന വരെ. പുള്ളി വണ്ടി വെളിയിലോട്ട് ഇറക്കുവാണ്. വണ്ടി ഇവിടേക്കാണ് നമ്മുടെ വണ്ടി കയറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടി കയറ്റിയിട്ടിട്ട് വേണം പരിപാടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു പിടുത്തമില്ല. ഇന്നലെ ഞങ്ങൾ നോക്കി ഇവിടെ നിന്നിട്ട് ഒരു പിടുത്തമില്ല, കണ്ടില്ല എവിടെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല അതിൻ്റെ ലീക്ക്. അപ്പോൾ നമുക്ക് അടിയിൽ കൂടെ തന്നെ നോക്കിയാലേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി കയറ്റിയിടാം. അപ്പോൾ നമ്മുടെ വണ്ടി അകത്തേക്ക് കയറ്റാൻ പോവാം. പുള്ളി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂളൻ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അടിയിൽ കൂടെ ലീക്കായിക്കൊന്ന് കാണാറുണ്ട്. എന്തായാലും ടൈം എടുക്കും, ചൂടാവുന്ന വരെ ടൈം എടുക്കും. പുള്ളി വണ്ടി അകത്തേക്ക് കയറ്റുവാണ്. അപ്പോൾ കയറ്റിയിട്ടിട്ട് നമുക്ക് നോക്കാം എന്താ പരിപാടി. വണ്ടി എന്തായാലും അകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും പൊക്കി നോക്കട്ടെ എന്താ കംപ്ലൈന്റ്. അതോ അതിനകത്ത് പുക വരുന്നുണ്ട്. കാരണം ആ കൂളൻ്റ് ലീക്കായിട്ട് താഴ്ത്തി വീഴുന്നതിൻ്റെ ആണ്. പൈപ്പിലേക്ക് വീണ് കഴിയുമ്പോൾ മോട്ടറിലേക്ക് വീഴുന്ന അങ്ങനെ. ഫസ്റ്റ് ടൈമാണ്. അതിന്നാണ് ഇപ്പോൾ ലീക്ക് വരുന്നത്. ഓ നമ്മുടെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തു. നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട് എക്സോസ്റ്റ് ചെയ്ത്. എന്നോട് പുള്ളി പറഞ്ഞായിരുന്നു മറ്റേ പെയിന്റ് ചെയ്യണം, ഞാൻ പെയിന്റ് ചെയ്യാനും വിട്ടു പോയായിരുന്നു. ഇതാണ് വണ്ടിയുടെ അടിവശം. നമ്മളെന്താന്ന് നോക്കട്ടെ. അപ്പം പുള്ളി വണ്ടി നോക്കി. അപ്പം അതിൻ്റെ അകത്ത് ഒരു കൂളൻ്റ് പമ്പുണ്ട്, കൂളൻ്റ് മോട്ടോർ പമ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്കത് നോക്കണം, അയച്ചെടുത്താൽ കറക്റ്റ് കംപ്ലയിൻ്റ് അറിയത്തുള്ളൂ. അത് ഫുള്ളോടെ മാറണോ അതോ എങ്ങനെ മാറണതെന്ന് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓക്സ്വാണിൽ പോകണം, എൻജിൻ സേഫ്റ്റി ലോക്കിൽ കിടക്കുകയാണെന്നുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ലായിരുന്നു. ഞാൻ നേരത്തെ കൊടുത്ത ഗ്യാരേജിൽ ആൾക്കാർ എൻ്റെ ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്, ഈ പ്ലഗ് അത് അൺപ്ലഗ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇത് അൺപ്ലഗ്ഡ് ആയിട്ടിരുന്നുകൊണ്ടാണ് എൻജിൻ സേഫ്റ്റി ലോക്കിൽ വന്നത്. കാരണം ഇത് എയർ സർക്യൂട്ട് പോകുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 പ്രഷർ സെൻസറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം ഡീആക്ടിവേറ്റ് ആയതുകൊണ്ടാണ്
ഇത് നമുക്ക് പവർ കിട്ടാത്ത ബൂസ്റ്റ് ഒന്നും കയറാത്ത അതുകൊണ്ടായിരുന്നു. ഇപ്പോൾ അത് ജസ്റ്റ് പ്ലഗ്ഡ് ഇൻ ചെയ്തപ്പം തന്നെ നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ RPM ഇപ്പം 4000 മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ പുള്ളി പറഞ്ഞ് എന്തായാലും ഇന്ന് അഴിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ പോയിട്ട് നാളെ വരാം. അപ്പം നാളെ വന്നിട്ട് നമുക്ക് നോക്കാം എന്താ പരിപാടി എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പം ഗ്യാരേജിലായിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസത്ത് പോയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും വലിയൊരു പ്രശ്നം മാറി കിട്ടി. ഇപ്പം 2ാമത് ഇനി കിടക്കുന്നത് കൂളൻറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതെന്താണെന്ന് കറക്റ്റ് ഇപ്പോൾ എന്തായാലും പോകുമ്പോൾ നോക്കാം. പുള്ളിയോട് ചോദിച്ചു നോക്കാം എന്തൊക്കെ നോക്കിയെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഏതാണ്ടൊക്കെ പുള്ളി പറഞ്ഞായിരുന്നു, തിരക്കാമെന്ന് പറഞ്ഞായിരുന്നു, കുറേ കാറുണ്ടെന്ന് പറഞ്ഞു. നോക്കിയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ പിന്നെയും ഗാരേജിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ടോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും പുള്ളിയെ കണ്ടിട്ട് ചോദിച്ചു നോക്കാം എന്താ ചെയ്തത്. എന്തായാലും ബമ്പറൊന്നും ഇളക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് വന്നിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ജസ്റ്റ് നോർമൽ. കാരണം പുള്ളിക്ക് തിരക്കണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി തിരിച്ച് നമ്മൾ ബമ്പറൊന്ന് ഊരിയായിരുന്നു, വീണ്ടും സെറ്റ് ചെയ്ത്. കാരണം ഇതിൻ്റെ ഈ ലൈറ്റ് പോളിഷ് ചെയ്യുന്ന കാര്യം നോക്കിയായിരുന്നു. കാരണം അതിൻ്റെ അകത്തൊരു ഡസ്റ്റ് പോലെ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്ത് തന്നെ സെറ്റാണ് ഊരിയിട്ട്. അപ്പോൾ നാളെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ തിരിച്ച് ഗ്യാരേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്യാരേജിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ പരിപാടി എന്ന് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മുടെ വണ്ടി അകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ടയറൊക്കെ ഊരി, കാരണം അത് ഊരി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റ് ഇതിപ്പം എനിക്കൊന്നും ബമ്പർ റിമൂവ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം. അപ്പുറത്ത് പോയി നോക്കാം. ലീക്ക് വരുന്നത് ഇവിടെയായിട്ടാണ് ലീക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് ലീക്ക് വരുന്നത്. അപ്പോൾ അറിയില്ല അതെന്താ പ്രശ്നം, ഒരു പിടുത്തമില്ല. ഇതിനെ റിമൂവ് ചെയ്താലേ അറിയത്തുള്ളൂ. എന്തായാലും ഈ പൈപ്പ് ഇഷ്യൂ എല്ലാം ആണോ, കൂളൻ പൈപ്പിൻ്റെ ഇഷ്യൂ ആണോ, അതോ ഇതിന് മോട്ടർ കൂളൻ മോട്ടറിൻ്റെ ഇഷ്യൂ ആണോ എന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഇപ്പോൾ നമ്മുടെ പൈപ്പ് എന്തായാലും കൂളൻ പൈപ്പില്ലേ, പൈപ്പ് പോകുന്നതെല്ലാം മറ്റേ ഫാനിൽ ചെറുതായിട്ട് ടച്ച് ചെയ്യുകയാണ്, ഫാൻ ബെൽറ്റിൽ ടച്ച് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ റിമൂവ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുവാണ്. ഇത് കഴിഞ്ഞിട്ട് നോക്കാം എന്താ പരിപാടി, ഇഷ്യൂ എന്താ നോക്കാം. Ah ouais, bon, vu qu'elle bouge pas, juste la décoller. വണ്ടി എന്തായാലും വീണ്ടും താറ്റിട്ടുണ്ട്. വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കണം. കാരണം ലീക്ക് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ വരുന്നുള്ളൂ. എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കി നോക്കണം. Ah ouais, t'as les അപ്പം നമ്മുടെ വാട്ടർ പമ്പ്, അതായത് കൂളൻ വാട്ടർ പമ്പ് ഇത് മുകളിലൊരു സാധനം, ഇപ്പം കറങ്ങുന്നതിനേക്കാളും തൊട്ട് മുകളിലുള്ള സാധനം. അപ്പോൾ അത് പോയേക്കുവാണ്. അപ്പോൾ നമുക്ക് അതാണ് മാറേണ്ടത്. അപ്പോൾ ഇതിനെ മാറിയിട്ട് നമുക്ക് നോക്കാം പരിപാടി. അപ്പോൾ നമ്മൾ തിരിച്ച് ഗ്യാരേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സാധനം തുറന്നു നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, 3 കിലോ, ഏകദേശം 3 കിലോ 3.5 കിലോ ഉണ്ട്. നമുക്ക് എന്തായാലും സാധനം തുറന്നു നോക്കാം. അപ്പം ബ്രോ ഇത് ഓപ്പൺ ചെയ്യാൻ എന്തായാലും നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് സാധനം. സബിയ
ഓക്കേ. അപ്പം നല്ല സാധനമാണെന്നാ പറഞ്ഞത്. ഇതാണ് സാധനം നമുക്ക് മാറേണ്ടത്. കാണുമ്പം ചെറുത് 3 കിലോ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്നെ മാറുന്ന നോക്കാം. എന്തായാലും ഈ വണ്ടി ഇറക്കണം, അല്ലെങ്കിൽ ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും ഈ ടയറിൽ അഴിച്ചു, വീണ്ടും ടയറിൽ അഴിച്ച്. അപ്പോൾ നമ്മൾ സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം പഴയത് ഇതായിരുന്നു, പഴയത് വാട്ടർ പമ്പ് കണ്ടല്ലോ, മൊത്തത്തിൽ പൊളിഞ്ഞു പോയി. ഗ്യാപ്പ് കണ്ടല്ലോ, മൊത്തത്തിൽ പോയി സാധനം. ഇതായിരുന്നു പഴയ വാട്ടർ പമ്പ്, ഒറിജിനൽ. ഇത്ര വർഷമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും പുത്തൻ സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ, പുത്തൻ സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് പൈപ്പ്സും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട്. കാണാൻ പറ്റത്തില്ല. അപ്പം ഇതെന്തായാലും ഫിക്സ് ചെയ്തിട്ട് നോക്കാം. സംഭവം മാറിയിട്ട് നമുക്ക് നോക്കാം. എന്തായാലും സാധനം ഓക്കെ ആയിട്ട് എന്തായാലും വേണ്ടി. ഇതാണ് പുത്തൻ വാട്ടർ പമ്പ് വെച്ചേക്കുന്നത്. ഇത് കാണാമല്ലോ. വേണ്ടി ഈ സാധനമാണ് ഇപ്പം നമ്മൾ മാറിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഇത് ഫിക്സ് ചെയ്യുന്നുള്ള സംഭവം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം. എന്നാലും ഈ സാധനം ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് ഒന്നും പറ്റിയില്ല ഭാഗ്യം. സത്യം പറഞ്ഞാൽ ബെൽറ്റ് പൊട്ടിപ്പോണ്ടേ. ഇതുണ്ട്, ഇത് ക്രാക്ക് ആയിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഒന്നും പറ്റാതെ എന്തായാലും ഇവിടം വരെ വരാൻ പറ്റി. എന്തായാലും നമുക്ക് ഇത് ഫിക്സ് ആക്കിയിട്ട് നോക്കാം. ഇത് ഇപ്പം ബെൽറ്റ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബെൽറ്റിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ആ സാധനം എന്തായാലും കിട്ടുന്നില്ല. നോക്കിയിട്ട് കുറേ സ്ഥലത്ത് തിരക്കി ആ ചെറിയ ബെൽറ്റ് കിട്ടാൻ, ഇവിടെങ്ങും ഇല്ല. അപ്പോൾ അതിന് കിട്ടിയിട്ട് ഞാൻ സാധനം നോക്കണം. അപ്പോൾ തൽക്കാലം പഴയ ബെൽറ്റ് തന്നെ തിരിച്ച് കയറ്റിയിടുവാണ്. മറ്റേ വലിയ ബെൽറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. വലിയ ബെൽറ്റാണ്. ഇത് ചെറിയൊരു ബെൽറ്റ് ഉണ്ട്, ചെറിയൊരു സാധനം. അപ്പോൾ അതാണ് ഞാൻ കിട്ടാവുന്നത്. അപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത് ഫിക്സ് ആക്കിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ബെൽറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇതുവഴി പോയി അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ പുത്തൻ വാട്ടർ പമ്പ് സെറ്റ്. ഞാൻ ബാക്കിയുള്ള പരിപാടി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം മാറാനുണ്ട്. പക്ഷെ മാറണ്ട, ഇത് ഫിക്സ് ആക്കാനുണ്ട്. അത് ഫിക്സ് ആക്കിയിട്ട് നോക്കത്. അപ്പം സംഭവം ഫിക്സ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. ഇപ്പം പൈപ്പ്സ് എല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താ അവസ്ഥയെന്ന്. വാട്ടർ പമ്പ് എന്തായാലും കൂളൻ്റ് അതിൻ്റെ അകത്ത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്തോട്ട് സാധനം എടുക്കുന്നില്ല. പമ്പ് കൂളൻ്റ് ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ അത് ഇവനാണെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട്, ബട്ട് ഒന്നും സംഭവിക്കുന്നില്ല. എന്തായാലും ഇത് സെറ്റാവും നോക്കട്ടെ. ഇപ്പോൾ എന്തായാലും കൂളൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ രണ്ടാമത് ഒഴിച്ചു, ഫില്ല് ചെയ്ത് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാധനം പോകുന്നുണ്ട്. ചൂടാവുന്നില്ല. ഒരു നോർമലി ഒരു 50 മിനിറ്റ്സ് വേണം അത് ഹീറ്റാകാൻ വേണ്ടിയിട്ട്. ഹീറ്റായി കഴിഞ്ഞാൽ ഈ സാധനം പോകത്തുള്ളൂ. നമ്മൾ എന്നിട്ട് കുറച്ച് ആക്സലറേഷൻ ചെയ്തിട്ട് ഇന്ന് ഹീറ്റ് അയക്കിച്ച് എന്നിട്ട് ഇറങ്ങുന്നില്ല. നോർമൽ ടൈം തന്നെ എടുക്കും. എന്തായാലും 50 മിനിറ്റ്സ് എടുക്കും. 50 മിനിറ്റ്സ് എടുത്തിട്ട് എന്തായാലും സെറ്റാവുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം സംഭവം എല്ലാം ഫിക്സ് ചെയ്തു, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓടിച്ചു നോക്കിയാൽ മതി. നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ടെർബോ ഓണാകത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സംഭവം കാരണമായിരുന്നു. അപ്പം അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓടിച്ചു നോക്കുമ്പോൾ അറിയാം എന്താ അവസ്ഥയാണ്.
നമുക്ക് എന്തായാലും വണ്ടി വെളിയിലോട്ട് ഇട്ട് നോക്കാം. അപ്പം ചെക്കൻ വണ്ടി വെളിയിലോട്ട് ഇടുക. Non, je préfère dessus. Là, je suis là. Là, je... എക്സോസ്റ്റിൻ്റെ ഒരു ക്ലാമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ കാല് കൊടുക്കുമ്പോൾ ടക്ക് 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 എന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി, ഇപ്പം സെറ്റായിട്ടുണ്ട്. ഓക്കേ, എന്താ പറയുക, ഓടിച്ച് നോക്കുമ്പോൾ അറിയാം കാര്യം. അപ്പം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കാൻ ഇറങ്ങിയാണ്. അപ്പം വണ്ടി ഓക്കെ, സെറ്റ്, സീനൊന്നുമില്ല. ഇപ്പം ടെർബോ എല്ലാം വർക്കിംഗ് ആണ്, സെറ്റായിട്ടുണ്ട്, നോ പ്രോബ്ലം. പക്ഷേ മറ്റേ എൻജിൻ ലൈറ്റ് അത് നമ്മൾ ഇറേസ് ചെയ്യാൻ വിട്ടുപോയി. അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പോകണം. അപ്പോൾ അതിന് ടൈം കണ്ടെത്തി. പിന്നെ ഹെഡ്ലൈറ്റ് പോളിഷ് കറക്റ്റ് ആക്കിയിട്ടില്ലായിരുന്നു, അപ്പം അതിൻ്റെ കൂടെ ചെയ്യണം. അതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്. വേറെ അപ്പോൾ ഇപ്പം ലാഗോ കാര്യങ്ങളൊന്നുമില്ല. കിക്ക് ഡൗൺ ചെയ്യുമ്പോഴും ഓക്കെ ആണ്, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം വണ്ടി സെറ്റായി. അപ്പം നമുക്ക് നോക്കാം എന്തായാലും. അപ്പം വണ്ടിയെല്ലാം സെറ്റായിട്ടുണ്ട്, ഒരു സീനും ഇല്ല. ഇനി നമുക്ക് ആ എൻജിൻ ലൈറ്റിൻ്റെ അത് ഇറേസ് ചെയ്താൽ മതി. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഇപ്പം പിന്നെ പോളിഷ്, ലൈറ്റിൻ്റെ പോളിഷും കൂടെ ചെയ്യണം. പിന്നെ ഇത് നമുക്ക് ഇറേസ് ചെയ്ത് കളയണം, എൻജിൻ ലൈറ്റിൻ്റെ ഇപ്പം ഓണായി കിടക്കുന്നത്. അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. ഇപ്പം പവർ കിക്ക് ഡൗൺ ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ല, പവർ നല്ലോണം കയറുന്നുണ്ട്. മറ്റേ ഇപ്പം നേരത്തെ 3000 RPM നിൽക്കുമായിരുന്നു, ഇപ്പോൾ ഒരു 6-7 ഒക്കെ പോകുന്നുണ്ട്. നോ സീൻ, ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.